വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 7ാം ദിനത്തിലും ഊർജിതമാണ്. കേരളം വിറങ്ങലിച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം 385ആയി. 172 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. ഇവരിൽ 8 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു. ഇനിയും 100-ലധികം പേരെയാണ് കണ്ടെത്താനുള്ളത്. അതേസമയം സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തെരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളും തുറന്നു. വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് ജോഷില ചേരുന്നു. ജോഷ്, മുണ്ടക്കയിൽ നിന്ന് സിജു കണ്ണനും ഒപ്പം ചൂരൽമലയിൽ നിന്ന് ജോഷിലയും ചേരുന്നു. ആദ്യം ജോഷിലയിലേക്ക്. ജോഷില, എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇനി ലഭിക്കാനുണ്ടോ? എങ്ങനെയാണ് പുരോഗതി? ഷമി, ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. 2 സ്പോട്ടുകൾ നേരത്തെ തന്നെ റഡാർ വഴിയുള്ള ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. അത് ഈ ബെയിലി പാലത്തിൻ്റെ 2 ഭാഗത്തായാണ്. അവിടെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഊർജിതമായ തിരച്ചിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇനി ഉപരിതലത്തിൽ നടക്കാനുള്ള ചെറിയൊരു ഭാഗം ബാക്കിയുണ്ട്. തിരച്ചിൽ നടത്താനുള്ള ചെറിയൊരു ഭാഗം ബാക്കിയുണ്ട്. അതും ഇന്ന് രാവിലെ പൂർത്തിയാക്കി. ഇനി ഇപ്പോൾ നടക്കുന്നത് കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ് അങ്ങ് ദൂരെ കാണുന്ന ആ വെള്ളാർമല സ്കൂളിൻ്റെ മുന്നിലുള്ള ഓഡിറ്റോറിയത്തിൽ ഇന്ന് 3 സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡാണ് കണ്ടെത്തിയത്. അവിടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കാണുന്ന പുഴ ഗതിമാറി ഒഴുകിയിട്ടാണ്, അതായത് മലവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ ഈ അരികെയുള്ള പുഴ ഗതിമാറി ഒഴുകിയിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ പുഴയായി വെള്ളാർമല സ്കൂൾ അടക്കം എടുത്തുകൊണ്ട് പോയത്. അതുപോലെ അതിൻ്റെ മറുകരയിലുള്ള എല്ലാ വീടുകളും അടക്കം എടുത്തുകൊണ്ട് പോയത്. ആ സ്പോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. ബെയിലി പാലത്തിൻ്റെ ഇരുവശത്തുമായി തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. അതേസമയം തന്നെ ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി മൃതശരീരങ്ങൾ സംസ്കരിക്കും. 189ഓളം മൃതശരീരങ്ങളാണ് സംസ്കരിക്കുക. 51 മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ 53 മൃതദേഹങ്ങളുമാണ് സംസ്കരിക്കുക. 189 മൃതശരീരങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇന്ന് 3 മണിയോടുകൂടി ഒരുക്കി കഴിയും. 4 മണിയോടുകൂടി സംസ്കാരം നടക്കും എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ അല്പസമയം മുമ്പ് ഇവിടെ ചൂരൽമലയിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഷമ്മി, ജോഷില, ഈ തിരച്ചിൽ പുരോഗമിക്കുന്നു. നമുക്കറിയാം, ഐബോർഡ് പരിശോധന വളരെ കാര്യമായി നടക്കുന്നുണ്ട്. ഐബോർഡ് സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ ഇന്നലെ വൈകിട്ടടക്കം പരിശോധന നടത്തിയെങ്കിലും ഇരുമ്പിൻ്റെ ചില കഷണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഐബോർഡ് പരിശോധനയിൽ ഇതുവരെയെങ്കിലും ഒരു ശരീരഭാഗങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഐബോർഡ് പരിശോധനയിൽ ഇന്നലെ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് അവിടെ ബെയിലി പാലത്തിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്. അവിടെ ഇന്ന് രാവിലെ പരിശോധന നടത്തി കഴിഞ്ഞു. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് പരിശോധനയൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു മൃതശരീരാവശിഷ്ടങ്ങളോ മൃതശരീരമോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇന്ന് ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുകയുണ്ടായി. ഒരേ സമയം തന്നെ എല്ലാ ഇടങ്ങളിലും പരിശോധനയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവും ഒക്കെ തന്നെ നടക്കുകയാണ്. ഇന്ന് വളണ്ടിയർമാർ ഇവിടേക്ക് വരുന്നത് വളരെയധികം നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം 1500 വളണ്ടിയർമാർ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ മാത്രം മതി സേനയോടൊപ്പം പ്രവർത്തിക്കാൻ എന്നുള്ള തീരുമാനം ആയിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ രജിസ്റ്റർ ചെയ്ത വളണ്ടിയർമാരെ മാത്രമേ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെ മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടിട്ടുള്ളൂ. ചൂരൽമലയിലേക്ക് അതുപോലെ മറ്റുള്ളവർ പുറത്തു നിന്നുള്ളവർ വരുന്നതടക്കം നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത്. ഈ ചൂരൽമലയുടെ അടിഭാഗത്ത് ബെയിലി പാലത്തിന് കുറച്ചുകൂടി അകലെയായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണ് നേരത്തെ ഹോട്ട്സ്പോട്ട് കണ്ടെത്തിയിരുന്നത്. ഐബോർഡിൻ്റെ സഹായത്തോടു കൂടി ഇന്നലെ ഹോട്ട്സ്പോട്ട് കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നേരത്തെ പാലത്തിൻ്റെ അടിയിലായിരുന്നു പരിശോധന നടന്നിരുന്നത്. അവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങളോ മൃതശരീരമോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ സ്പോട്ടിൽ നിന്ന് മാറി ഇപ്പുറത്ത് ബെയിലി പാലത്തിൻ്റെ കുറച്ച് അകലെയായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷമി.